തമിഴ്നാട് നീലഗിരി ജില്ലയിലെ പന്തലൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. പന്തലൂർ ചന്തക്കുന്ന് സ്വദേശി ജോയിയാണ് മരിച്ചത്. രാത്രി 8 മണിയോടെയാണ് ആക്രമണം. കാട്ടാന ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. സുജിത്ത് അയ്യപ്പത്തുണ്ട് വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന്. സുജിത്ത്, ഈ പട്ടാപ്പകൽ പോലും കാട്ടാനകൾ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ഇങ്ങനെ സ്വൈര്യവിഹാരം നടത്തുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ ഈ ഇന്നത്തെ ആക്രമണത്തിന്റെ സമയത്തെ അല്ലെങ്കിൽ ആക്രമണം നടത്തിയ ഈ ജോയിയെ കൊലപ്പെടുത്തിയ കാട്ടാനയുടെ ദൃശ്യങ്ങളാണ് ഈ പുറത്തു വന്നത്. തീർച്ചയായും ആ ആക്രമണം നടന്നതിന്റെ 100 മീറ്റർ മാത്രം അകലെയുള്ള പ്രദേശത്തെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. നീലഗിരി ജില്ലയിലെ പന്തല്ലൂരിനടുത്തുള്ള ബിദർക്കാട് വനംവകുപ്പ് ഓഫീസിന്റെ എതിർവശത്താണ് ഈ ചന്തക്കുന്ന് എന്ന് പറയുന്ന ഈ ജോയി താമസിക്കുന്ന പ്രദേശമുള്ളത്. മലയാളിയാണ് ഇദ്ദേഹം. ഈ പ്രദേശത്ത് ഒരാന സ്ഥിരമായി വരാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. രാത്രി 8 മണിയോടെ ജോയി തന്റെ വീടിനടുത്തുള്ള കാപ്പിത്തോട്ടത്തിന് സമീപത്തുകൂടി നടക്കുകയായിരുന്നു. ഈ സമയത്താണ് ആക്രമണം ഉണ്ടായത്. ഈ തോട്ടത്തിൽ മറഞ്ഞിരിക്കുകയായിരുന്നു കാട്ടാന എന്നുള്ളതാണ് പറയുന്നത്. ആക്രമണത്തിൽ ഗുരുതരമായ ആദ്യഘട്ടത്തിൽ പരിക്കേറ്റു. പിന്നീട് വനംവകുപ്പ് അദ്ദേഹത്തെ പന്തല്ലൂർ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു. വഴിയിൽ വെച്ചാണ് മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഡോക്ടർമാർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. കൃഷിപ്പണി ആണ് അദ്ദേഹം ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് 100 മീറ്റർ മാത്രം അകലെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ ആനയെ പ്രദേശത്ത് നിന്ന് കാട്ടിലേക്ക് തിരികെ ഓടിക്കുന്ന നടപടിയിലേക്ക് വനംവകുപ്പ് അത്തരത്തിലുള്ള നീക്കമാണ് വനംവകുപ്പ് നടത്തിയിരുന്നത്. ഇതിനിടയിലാണ് ഇത് തോട്ടത്തിലേക്ക് മറഞ്ഞത്. ജോയി ഈ ആനയുണ്ട് എന്നുള്ള വിവരം ജോയിക്ക് അറിയില്ലായിരുന്നു. അദ്ദേഹത്തെ കൊടുന്നനെ വന്ന് ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് ആളുകൾ എല്ലാം തന്നെ, ആ പ്രദേശവുമായി ബന്ധപ്പെട്ട ആളുകൾ എല്ലാം തന്നെ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ജോയിയുടെ മൃതദേഹം പന്തല്ലൂർ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ മേഖല എന്ന് പറയുന്നത് നിരന്തരം കാട്ടാനകളും മറ്റും ഇറങ്ങുന്ന ഭീഷണിയുള്ള പ്രദേശമാണ്. പ്രത്യേകിച്ച് തോട്ടം മേഖലയാണ്. തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും എല്ലാം തന്നെ നിറഞ്ഞ മേഖലയാണ്. ഒരു ഭാഗത്ത് വനമാണ്. ഈ വനമേഖലയിൽ നിന്ന് കാട്ടാനകൾ നിരന്തരം തോട്ടങ്ങളിലേക്കും മറ്റും ഇറങ്ങി വന്ന് സ്വൈര ജീവിതത്തിന് ഭീഷണിയാകുന്ന തരത്തിൽ സ്വൈരവിഹാരം നടത്തുന്ന പ്രദേശമായി നീലഗിരിയുടെ ഇത്തരത്തിൽ ഗൂഡല്ലൂരിന്റെ പരിസരത്തുള്ള പ്രദേശങ്ങൾ മാറിയിട്ടുണ്ട്. ഇവിടെയാണ് ബിദർക്കാട് മേഖലയിൽ ഇത്തരത്തിൽ അതിദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരു മലയാളിയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. നാളെ വ്യാപാരി സംഘടനകളടക്കം കടകളടച്ച് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ബിദർക്കാട് മേഖലയിൽ. ശരി, സുജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്.